നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിന്റെ ക്രിസ്മസ് ആശംസകൾ. ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തിരുപ്പിറവി ആഘോഷത്തിൽ നാട്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും. കരകയറാതെ റബ്ബർ വില. കിലോയ്ക്ക് 175 രൂപ മാത്രം. റബ്ബർ കൃഷിയോട് മുഖം തിരിച്ച് കർഷകർ. വിജയപുരം പഞ്ചായത്ത് നെടുമ്പുഞ്ചയിൽ കുന്നിടിച്ച് മണ്ണെടുക്കുന്നു. സമീപത്തെ വീടുകൾക്ക് ഭീഷണി. കിണറുകളിൽ വെള്ളം താഴുന്നു. മണ്ണിടിച്ചിൽ. പരാതി നൽകിയിട്ടും രക്ഷയില്ല. പനമറ്റം ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ അവസാന ഘട്ടത്തിൽ. ക്ഷേത്രം പണി പൂർത്തിയായി. ആനക്കൊട്ടിലിന്റെ പണികൾ പുരോഗമിക്കുന്നു. മാർച്ച് മാസത്തിൽ കലശം. വാർത്തകൾ വിശദമായി. നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി. സമാധാനത്തിന്റെയും വിനയത്തിന്റെയും അടയാളവുമായാണ് ദൈവപുത്രൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചത്. ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷയിൽ വിശ്വാസി സമൂഹം പങ്കാളികളായി. തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകം സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉയർത്തുന്ന പുണ്യദിനം. ലോകത്തിന്റെ രക്ഷകനായി എളിയവനായി കാലിത്തൊഴുത്തിൽ പിറന്നുവീണ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകജനത ക്രിസ്മസിന്റെ ആഘോഷത്തിലാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആഘോഷം കൂടിയാണ് ക്രിസ്തുമസ്. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും ഒരുക്കിയാണ് ലോകം ക്രിസ്തുമസിനെ വരവേറ്റത്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ശുശ്രൂഷകൾക്കായി വിശ്വാസികൾ ദേവാലയങ്ങളിൽ ഒത്തുചേർന്നു. പാതിരാ കുർബാനയിലും പ്രത്യേക ശുശ്രൂഷയിലും പ്രാർത്ഥനയോടെ ലോകം പങ്കുകൊണ്ടു. നന്മയും സ്നേഹവും എളിമയും നമ്മിൽ വേണ്ടുവോളം ഉണ്ടാകണമെന്ന് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന മാലാഖമാരുടെ മംഗളവാർത്ത ശാന്തതയോടെ ക്രിസ്മസിന്റെ സന്ദേശമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരളത്തിൽ വീണ്ടും റബ്ബർ വില ഇടിയുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ വില കുതിക്കുമ്പോഴും ആഭ്യന്തര വിപണി കിതയ്ക്കുകയാണ്. 175 രൂപയാണ് കിലോയ്ക്ക് വില. കഷ്ടപ്പാടിന് ഫലം ലഭിക്കാതായതോടെ കർഷകർ റബ്ബർ കൃഷിയിൽ നിന്നും പിന്മാറുകയാണ്. കേരളത്തിലെ റബ്ബർ മേഖല നാശത്തിന്റെ വക്കിലാണെന്നതിന്റെ തെളിവാണ് റബ്ബർ കർഷകരുടെ പിന്മാറ്റം. റബ്ബർ തോട്ടങ്ങൾ വെട്ടി നിരപ്പാക്കി അടയ്ക്ക, കൈതച്ചക്ക കൃഷികൾക്കായി പാട്ടത്തിന് നൽകുകയാണ് കർഷകർ. റബ്ബറിന് അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുമ്പോഴും സംസ്ഥാനത്ത് കർഷകർ വിലയിടിവ് നേരിടുകയാണ്. RSS 4 ഇനം റബ്ബറിന് റബ്ബർ ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന വില 193 രൂപയാണെങ്കിലും കർഷകർക്ക് ലഭിക്കുന്നത് 183 രൂപ മാത്രമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ RSS 4 ഇനം റബ്ബറിന് 190 രൂപയായി നിൽക്കുമ്പോഴും ആഭ്യന്തര വിപണിയിലെ വില തകർച്ച ടയർ കമ്പനികളെ സഹായിക്കുന്ന ആഭ്യന്തര ലോബികളുടെ ഇടപെടൽ മൂലമാണെന്ന് ആക്ഷേപമുണ്ട്. ഉൽപാദനം ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് വിലയിടിവ് ഉണ്ടാകുന്നത് കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. സ്വാഭാവിക ഷീറ്റിന്റെ ഉൽപാദനം കുറഞ്ഞ് ചണ്ടിപ്പാൽ, ലാറ്റക്സ് നിർമ്മാണത്തിലേക്ക് കർഷകർ തിരിയുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മുൻപ് റബ്ബറിനേക്കാൾ വില കുറഞ്ഞിരുന്ന അടയ്ക്കയ്ക്ക് വില 500 രൂപയിലേക്ക് ഉയർന്നത് കർഷകരെ ആ മേഖലയിലേക്ക് തിരിയാൻ കാരണമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റബ്ബർ പുനർകൃഷി നടത്തുന്നവരെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറഞ്ഞു. ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് ഈ പറയുന്ന റബ്ബർ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരവധി ഈ പറയുന്ന പുനർകൃഷിക്ക് പ്രോത്സാഹനത്തിനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് പോലും കർഷകർ ഈ മേഖലയിൽ നിന്നും തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പുനർകൃഷിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കർഷകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. കേരളത്തിൻ്റെ റബ്ബർ മേഖല ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കർഷകരുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രഖ്യാപനങ്ങൾക്കുപരിയായി ഈ മേഖലയിലേക്ക് കർഷകരെ പുതുതായി കൊണ്ടുവരാനും അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കാനും ആവശ്യമായ നടപടികളാണ് അടിയന്തരമായി സ്വീകരിക്കേണ്ടത്. യുവതലമുറ ടാപ്പിംഗ് തൊഴിലിലേക്ക് വരാത്തതും പരിശീലനം ലഭിച്ച ടാപ്പിംഗ് തൊഴിലാളികൾ കുറയുന്നതും റബ്ബർ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിജയപുരം പഞ്ചായത്തിലെ നെടുമ്പുഞ്ചയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം കുന്നിടിച്ച് മണ്ണെടുപ്പ് രൂക്ഷം. പ്രദേശത്ത് മണ്ണിടിച്ചിലും കുടിവെള്ളക്ഷാമവും പിടിമുറുക്കി. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് മുന്നിൽ പരാതിയുമായി നടന്ന് നാട്ടുകാർ നാണം കെട്ടു. വിജയപുരം പഞ്ചായത്തിലെ നെടുമ്പുഞ്ചയിൽ കൊല്ലംകൊമ്പ് കോളനിക്ക് സമീപം വീടുകൾക്ക് ഭീഷണി ഉണ്ടാകുന്ന വിധത്തിൽ കുന്നിടിച്ച് മാറ്റുന്നതായി പരാതി. പ്രദേശവാസികൾ ജില്ലാ കളക്ടർ, വിജയപുരം വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് ജിയോളജി വകുപ്പ്, മണർകാട് പോലീസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് സ്ഥിരമായി മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും കിണറുകളിൽ വെള്ളം താഴുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ അധികൃതർക്ക് മുന്നിൽ പരാതിയുമായി എത്തിയത്. കൂടാതെ രൂക്ഷമായ പൊടിശല്യവും ഇവിടെയുണ്ട്. മണ്ണെടുക്കുന്നതിന് എതിർവശത്തായി അങ്കണവാടി
തൊഴിലാളി പ്രവർത്തിക്കുന്നുമുണ്ട്. മണ്ണുമായി ദിവസം നിരവധി ടിപ്പറുകളാണ് കടന്നു പോകുന്നത്. 2 വർഷം മുൻപ് പ്രദേശത്തെ 8 വീട്ടുകാർ ചേർന്ന് വിവിധ ഇടങ്ങളിൽ പരാതി നൽകിയിരുന്നു. വീടുകൾക്ക് ഭീഷണി ഉണ്ടാകുന്ന വിധത്തിൽ മണ്ണെടുക്കില്ലെന്ന പ്രദേശവാസികളുമായി സ്ഥലമുടമ അന്ന് ധാരണയുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വീണ്ടും മണ്ണെടുത്തു തുടങ്ങിയതോടെയാണ് ജനങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ മഴക്കാലത്ത് ഈ ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായെന്നും അതിനാൽ മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. ഈ മണ്ണെടുക്കുന്നതുകൊണ്ട് നമുക്ക് കിണറ്റിലെ വെള്ളം പോകുന്നു, പൊടി ശല്യം, പിന്നെ വെള്ളം പറ്റുക, അതാണ് മെയിൻ. പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇത്രയും വരെ എടുത്താൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാതെ വരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എല്ലാം ഇടിഞ്ഞു പോയതാ താഴോട്ട്. മണ്ണ് ഇടിഞ്ഞു പോയി, അവർ വാരി കളഞ്ഞു, പിന്നെ വാരി എടുത്ത്, പിന്നെ അതുപോലെ ഇടിയും കേട്ടോ. മണ്ണെടുപ്പിന് അനുമതി നൽകിയത് വിജയപുരം പഞ്ചായത്താണെന്ന് ജില്ലാ ജിയോളജി വിഭാഗം അറിയിച്ചു. വീട് നിർമ്മാണത്തിനായി സ്വകാര്യ വ്യക്തി നൽകിയ അപേക്ഷയെ തുടർന്ന് പഞ്ചായത്ത് AE പരിശോധന നടത്തിയാണ് മണ്ണെടുക്കുന്നതിന് പാസ് നൽകിയതെന്നാണ് വിജയപുരം പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. 2020 ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. 2020 ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ആരംഭിച്ചത്. 4 കോടി രൂപ ചെലവഴിച്ച് നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ട്രിച്ചി നരസിംഹാചാര്യയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. ആലപ്പുഴ ചന്തിരൂർ കർമാലയം മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു മരപ്പണികൾ. ട്രിച്ചിയിൽ നിന്നും കൊണ്ടുവന്ന കൃഷ്ണശില ഉപയോഗിച്ചാണ് നിർമ്മാണം. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി ആനക്കൊട്ടിലിന്റെ നവീകരണം നടന്നുവരുന്നു. ആനക്കൊട്ടിലിന്റെ തൂണുകളിലെ സാലഭഞ്ചികൾ പൂർണ്ണമായും സ്ഥാപിച്ചു കഴിഞ്ഞു. സിമന്റിലാണ് മനോഹരമായ രൂപങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പഴയ തൂണുകൾ ചുടുകട്ട കൊണ്ട് പൊതിഞ്ഞ് അതിനു മുകളിൽ സിമന്റിലാണ് രൂപങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പണികൾ പൂർത്തിയാക്കി 2026 മാർച്ച് മാസത്തിൽ കലശം നടത്താനുള്ള ശ്രമത്തിലാണെന്ന് ദേവസ്വം മാനേജർ സരീഷ് പറഞ്ഞു. പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ മാർച്ച് മാസത്തോടുകൂടി എല്ലാ പണികളും പൂർത്തീകരിച്ച് കലശത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ നടന്നു വരുന്ന ആനക്കൊട്ടിലിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നു. ആനക്കൊട്ടിലിൻ്റെ തറ ഗ്രാനൈറ്റ് ഇടുക, അതുപോലെ തൂണുകൾ, സ്ഥലഭഞ്ചികളെ എല്ലാം ഏകദേശം 32ഓളം പ്രതിമകൾ സ്ഥലഭഞ്ചികളുടെ രൂപത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴി, ചുറ്റമ്പലങ്ങളുടെ പെയിൻറ്റിങ്, ആൽത്തറ, സർപ്പക്കാവ് എല്ലാത്തിൻ്റെയും പ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ അമ്മയുടെ അനുഗ്രഹത്താൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പുറംമതിലിൻ്റെ പ്രവൃത്തികൾ ഇവയെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ കലശത്തിലേക്ക് പോവുകയാണ്. 700ഓളം വർഷം പഴക്കമുള്ള ക്ഷേത്രം ജീർണാവസ്ഥയിലായതോടെയാണ് പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുന്നത്. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 2 ഗണപതി ഉപദേവന്മാരും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ബാലഗണപതി, മൂലഗണപതി പ്രതിഷ്ഠകളുടെ തുമ്പിക്കൈ വലതുവശത്തേക്ക് തിരിഞ്ഞതാണെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ശബരി വിമാനത്താവളത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയതോടെ ഫീൽഡ് സർവേ മുടങ്ങി. ഇതോടെ വിമാനത്താവളത്തിന് സ്ഥലം വിട്ടു നൽകിയ സ്ഥലമുടമകൾ വീട്ടിലായി. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സ്ഥലം ഏറ്റെടുപ്പ് വിജ്ഞാപനം റദ്ദാക്കിയതോടെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുവന്ന ഫീൽഡ് സർവേ മുടങ്ങി. ചെറുവള്ളി എസ്റ്റേറ്റിന് പുറത്തുള്ള സ്വകാര്യ ഭൂമിയിലെ കെട്ടിടങ്ങളുടെയും മരങ്ങളുടെയും കണക്കെടുപ്പ് ജോലികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. സർവേ പൂർത്തിയാക്കിയ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും മരങ്ങളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ജോലികളും നടന്നുവരികയായിരുന്നു. സ്ഥലം ഏറ്റെടുപ്പ് വിജ്ഞാപനം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയതോടെ ബുദ്ധിമുട്ടിലായത് സ്ഥലം ഉടമകളാണ്. മണിമല, എരുമേലി തെക്ക് ഉൾപ്പെട്ട 160 ഏക്കർ സ്വകാര്യ ഭൂമിയും എസ്റ്റേറ്റിനൊപ്പം ഏറ്റെടുക്കുന്നുണ്ട്. ഈ വസ്തുക്കളുടെ ഫീൽഡ് സർവേ ഇതിനോടകം 2 തവണ നടത്തിക്കഴിഞ്ഞു. സ്ഥലവും വീടും സർക്കാർ ഏറ്റെടുക്കുമെന്ന് ചിന്തിച്ച് പലരും ഇവിടെ നിന്നും മാറി താമസിക്കുന്നതിന് വേറെ സ്ഥലവും വീടും കണ്ടെത്തുകയും ചെയ്തിരുന്നു. പുതിയ വീടിനും സ്ഥലത്തിനും അഡ്വാൻസ് നൽകിയവരും ഏറെയാണ്. സ്ഥലം ഏറ്റെടുക്കൽ നടപടി തുടങ്ങിയതിനാൽ സ്ഥലം ഉടമകൾക്ക് സ്വന്തം വസ്തുക്കളിൽ നിർമ്മാണ പ്രവർത്തനം നടത്താനുമാവില്ല. ഇനി കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഇക്കാര്യങ്ങളിൽ റവന്യൂ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കൂ. നിയമ നടപടി നടന്നുവരുന്നതിനാൽ ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിൽ ഫീൽഡ് സർവേ ഉൾപ്പെടെ ജോലികൾക്ക് എസ്റ്റേറ്റ് അധികൃതർ അനുമതി നൽകിയിരുന്നില്ല. വിമാനത്താവളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ കാർഗോ വെയർഹൌസുകൾ, സ്റ്റാർ ഹോട്ടലുകൾ, കാർ പാർക്കിംഗ് തുടങ്ങിയവ പൂർണ്ണമായും ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിൽ തന്നെ ആയിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, എരുമേലി.
നിർത്തിവെച്ച കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ ഏറ്റെടുക്കുന്നതിനായി 4 കമ്പനികളാണ് റീടെൻഡർ ഏറ്റെടുക്കാൻ രംഗത്തെത്തിയിട്ടുള്ളത്. നിർമ്മാണം പാതിവഴിയിൽ നിർത്തിയ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ റീടെൻഡർ ഏറ്റെടുക്കാൻ 4 കമ്പനികൾ രംഗത്ത്. ആദ്യം കരാർ ഏറ്റെടുത്ത കമ്പനി നിർമ്മാണ പുരോഗതി കൈവരിക്കാത്തതിനാൽ കിഫ്ബി കരാറിൽ നിന്നും കരാറുകാരനെ ഒഴിവാക്കിയിരുന്നു. തുടർന്നാണ് റീടെൻഡർ ക്ഷണിച്ചത്. 2023 ഡിസംബറിൽ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനം ബൈപ്പാസിന്റെ ആരംഭിച്ചെങ്കിലും 2024 ഫെബ്രുവരിയിലാണ് പൂർണ്ണതോതിൽ പണി തുടങ്ങിയത്. ഗുജറാത്ത് കേന്ദ്രമായ ബാക്ക് ബോൺ എന്ന കമ്പനിയായിരുന്നു കരാർ ഏറ്റെടുത്തിരുന്നത്. 2025 ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിയതോടെ കരാറുകാരന് സമയം വീണ്ടും നീട്ടി നൽകി. പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ കരാറുകാരനെതിരെ നടപടിയെടുത്തു. തുടർന്ന് ഈ വർഷം ജൂൺ മാസത്തിൽ നിർമ്മാണം നിലച്ചു. 76.69 കോടി രൂപയ്ക്ക് കിഫ്ബിയിൽ നിന്നും ഭരണാനുമതി ബൈപ്പാസിന് ലഭിച്ചിട്ടുണ്ട്. 24.76 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കലിന് ചെലവായത്. റോഡിനും മേൽപ്പാലം നിർമ്മിക്കുന്നതിനുമായി 26.17 കോടി രൂപയാണ് ആദ്യം കണക്കാക്കിയിരുന്നത്. പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് 35.30 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്നും ആരംഭിച്ച് പൂതക്കുഴിയിൽ ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ചെന്നെത്തുന്ന രീതിയിലാണ് ബൈപ്പാസിന്റെ നിർമ്മാണം. ബൈപ്പാസ് ചെന്ന് കയറുന്ന ഭാഗമായ പൂതക്കുഴിയിൽ നിന്നും റോഡ് നിർമ്മാണവും ആരംഭിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും പാറകൾ പൊട്ടിച്ച് നീക്കുകയും മരങ്ങൾ വെട്ടുകയും ചെയ്തിരുന്നു. മേൽപ്പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു. പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാത 183 നിന്നും ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും കുറുകെ മേൽപ്പാലം നിർമ്മിച്ച് ടൗൺ ഹാളിന് സമീപത്തുകൂടി ദേശീയപാതയിൽ പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ചെന്നെത്തുന്നതാണ് ബൈപ്പാസ്. റീടെൻഡറിൽ വന്നിരിക്കുന്ന കരാറുകാർ സമർപ്പിച്ചിരിക്കുന്ന ടെക്നിക്കൽ ഫിനാൻഷ്യൽ ബിഡുകൾ പരിശോധിച്ച് ഈ മാസം അവസാനത്തോടെ അർഹരായവർക്ക് സെലക്ഷൻ നോട്ടീസ് നൽകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം പദ്ധതിയിൽ ഭരണങ്ങാനത്തെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു. കുട്ടികൾക്ക് കായിക പരിശീലനം നടത്തുന്നതിന് ഭരണങ്ങാനത്ത് കളിസ്ഥലം അനുവദിക്കണമെന്നത് നാടിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇടപ്പാടി, ചിറ്റാനപ്പാറ, അറവക്കുളം, മേരുഗിരി എന്നീ പ്രദേശങ്ങളിലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഇതൊരു ആവശ്യമായി മാറിക്കഴിഞ്ഞു. കുട്ടികൾക്ക് കായിക പരിശീലനം നടത്തുന്നതിന് ഭരണങ്ങാനത്ത് കളിസ്ഥലം അനുവദിക്കണമെന്നത് നാടിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഭരണങ്ങാനത്തും പരിസരത്തുമുള്ള യുവാക്കൾക്കും കുട്ടികൾക്കും ഇതൊരു പൊതു ആവശ്യമായി മാറിക്കഴിഞ്ഞു. ഭരണങ്ങാനം പഞ്ചായത്തിന് കായിക മത്സരങ്ങൾ നടത്തുന്നതിന് മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന പദ്ധതിയിൽ ഭരണങ്ങാനത്തെ ഉൾപ്പെടുത്തണമെന്ന ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് മുൻ കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. സ്കൂൾ കുട്ടികളുടെ റവന്യൂ, ജില്ലാതല, സംസ്ഥാനതല മത്സരത്തിന് പ്രാക്ടീസ് ചെയ്യുന്നതിന് സൗകര്യമില്ലാത്തതിനാൽ മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്നതായി മുൻ പഞ്ചായത്ത് അംഗം റജി മേച്ചേരി പറയുന്നു. ഒരു പൊതുവായിട്ടുള്ള ആളുകൾക്ക് കളിക്കാനുള്ളൊരു അവസരമില്ല. മുൻകാലങ്ങളിൽ വോളിബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നിവയെല്ലാം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുള്ള മത്സരങ്ങൾ ഭരണങ്ങാനത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭരണങ്ങാനത്തെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് റവന്യൂ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുക്കുന്നതിന് ഇവിടെ ഭരണങ്ങാനത്ത് കളിക്കുന്നതിനോ മറ്റുള്ള ഗെയിംസിനോ ഒന്നും സൗകര്യമില്ലായിട്ട് പാലാ മുനിസിപ്പാലിറ്റിയെ ആശ്രയിച്ചാണ് ഇന്ന് ഈ കുട്ടികളെല്ലാം വ്യായാമങ്ങൾ നടത്തുന്നതും പ്രാക്ടീസ് നടത്തുന്നതും. സംസ്ഥാന സർക്കാരിന്റെ കേരളോത്സവം പഞ്ചായത്ത് തലത്തിൽ നടത്തണമെങ്കിൽ കളിസ്ഥലം ഇല്ലാത്തതിനാൽ സ്പോർട്സ് ഗെയിംസ് മത്സരങ്ങൾക്ക് മറ്റ് പഞ്ചായത്തിനെ ആശ്രയിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന മുൻ പഞ്ചായത്ത് ഭരണസമിതി, സംസ്ഥാന സ്പോർട്സ് വകുപ്പ്, തദ്ദേശ വകുപ്പ്, MLA, ജില്ലാ കളക്ടർ എന്നിവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഭരണങ്ങാനം പഞ്ചായത്തിലെ കായികപ്രേമികളായ കുട്ടികളും യുവാക്കളും പഞ്ചായത്തിൽ കളിസ്ഥലം കെട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുപ്പിറവി ആഘോഷത്തിൽ നാട്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും. കരകയറാതെ റബ്ബർ വില. കിലോയ്ക്ക് 175 രൂപ മാത്രം. റബ്ബർ കൃഷിയോട് മുഖം തിരിച്ച് കർഷകർ. വിജയപുരം പഞ്ചായത്ത് നെടുമ്പുഞ്ചയിൽ കുന്നിടിച്ച് മണ്ണെടുക്കുന്നു. സമീപത്തെ വീടുകൾക്ക് ഭീഷണി. കിണറുകളിൽ വെള്ളം താഴുന്നു. മണ്ണിടിച്ചിൽ. പരാതി നൽകിയിട്ടും രക്ഷയില്ല. പനമറ്റം ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ അവസാന ഘട്ടത്തിൽ. ക്ഷേത്രം പണി പൂർത്തിയായി. ആനക്കൊട്ടിലിന്റെ പണികൾ പുരോഗമിക്കുന്നു. മാർച്ച് മാസത്തിൽ കലശം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.